ഗുഡ് മോർണിംഗ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ മാർജിനൽ കോസ്റ്റിങ്ങിലത്തെ പ്രോബ്ലംസാണ്, BEPയുടെ പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നിരുന്നത്. കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം. ഒന്ന് റിവൈസ് ചെയ്യിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സെയിൽസ് 1 lakh, വേരിയബിൾ കോസ്റ്റ് 60,000, ഫിക്സഡ് കോസ്റ്റ് 30,000, കാൽക്കുലേറ്റ് PV ratio BEP ആൻഡ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000. അപ്പോൾ 3 സംഭവങ്ങളാണ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്. PV റേഷ്യോ കണ്ടുപിടിക്കണം, BEP കണ്ടുപിടിക്കണം, ദെൻ പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും തുടങ്ങാം. ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി PV റേഷ്യോ. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് PV റേഷ്യോ, ദാറ്റ് ഈസ് PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിലാദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്? 1 lakh മൈനസ് വാരിയബിൾ കോസ്റ്റ് 60,000. അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 40,000 കിട്ടി. ദെൻ അത് ഇക്വേഷനിലേക്ക് ഇട്ടു. PV റേഷ്യോ ഇസ് ഈക്വൽ ടു 40,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്? 1 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് PV റേഷ്യോ 40% കിട്ടി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. PV റേഷ്യോ ഇസ് ഈക്വൽ ടു 40%. അടുത്ത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് BEP ആണ്. BEP നമുക്ക് പെർ യൂണിറ്റും കണ്ടുപിടിക്കാം, സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ അത് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 ഇൻറ്റു ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 30,000 ഇൻറ്റു സെയിൽസ് 1 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 40,000. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 75,000 ആണ് നമ്മുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് 75,000 റുപ്പീസിൻ്റെ സെയിൽസ് നടത്തിയാൽ നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിനും 75,000 നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000. 20,000 പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് എത്ര സെയിൽസ് നടത്തണം? അവിടെ നമുക്ക് വേണമെങ്കിൽ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. പക്ഷേ അതിന് ഇക്വേഷൻ ഉണ്ട്. പക്ഷേ അതിനുള്ള ഇൻഫർമേഷൻ തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെയിൽസ് വാല്യൂത്തെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ്. നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാകാൻ ആഗ്രഹം? 20,000. അപ്പോൾ 30,000 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.4. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1,25,000 നമുക്ക് ആൻസർ കിട്ടി. അതായത് നമുക്ക് 20,000 പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു മേക്ക് എ സെയിൽ ഓഫ് റുപ്പീസ് 1,25,000. 1,25,000 സെയിൽസ് ഉണ്ടാക്കിയാലാണ് നമുക്ക് 20,000 പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്കാണ് 3 ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ആ BEP ഇൻ സെയിൽസ് വാല്യൂ ഇല്ലേ, നമുക്ക് മറ്റേ ഇക്വേഷനും യൂസ് ചെയ്യാട്ടോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അത് ഉപയോഗിച്ചാൽ നമുക്ക് BEP ഇൻ സെയിൽസ് കിട്ടും. അതിലാകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 30,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ എത്രയാണ്? 40%. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 75,000 ആൻസർ കിട്ടും. ഞാൻ ഈ ഇക്വേഷൻ എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താലും ഈ ആൻസറുകൾ കിട്ടും. പക്ഷേ 75,000 എന്ന് കിട്ടണം. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ. 40%, 75,000, 1,25,000. ഒറ്റയ്ക്ക് ചെയ്തൊന്ന് നോക്കി നോക്കുക, എന്നിട്ട് നോക്കിയാൽ മതി. കാരണം നമ്മൾ കുറേ പ്രോബ്ലം ഈ ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചത്. ദിസ് ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 15, ഫിക്സഡ് കോസ്റ്റ് 4,000, ഔട്ട്പുട്ട് 2,000 യൂണിറ്റ്സ്. Calculate PV ratio. Profit when output is 2,500 and number of units to produce to sold a profit of ₹10,000. അപ്പോൾ ഇവിടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാം പെർ യൂണിറ്റാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു? PV റേഷ്യോ കണ്ടുപിടിക്കണം. ദെൻ പ്രോഫിറ്റ് വെൻ ഔട്ട്പുട്ട് ഈസ് 2,500. 2,500 യൂണിറ്റ് ആണ് നമ്മുടെ സെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും? ദെൻ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000. 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്ര സെയിൽസ് നടത്തണം? അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളതും, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് കണ്ടുപിടിക്കാനുള്ളതും. ഓക്കെ,
അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? പി വി റേഷ്യോ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതിക്കോ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദെൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് പി സി ആണ്. പക്ഷെ ഇവിടെ എല്ലാം പെർ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? എസ് പി, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 20 മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 15. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 5 കിട്ടും. അപ്പോൾ നമ്മളുടെ ഇക്വേഷനൊക്കെ പെർ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ എത്ര കണ്ടുപിടിച്ചു? 5 ഡിവൈഡഡ് ബൈ സെയിൽസും പെർ യൂണിറ്റ് തന്നെ തന്നിരിക്കുന്നത് എത്രയാണ്? 20 ഇൻറ്റു 100. 5/20 ഇൻറ്റു 100 നമുക്ക് എത്ര കിട്ടും? 25% ആണ് നമ്മുടെ പി വി റേഷ്യോ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ചോദിച്ചു. ദാറ്റ് ഈസ് പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു 25%. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസ് തരും, എന്നിട്ട് നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് സെയിൽസ് എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഫിറ്റ് വെൻ ഔട്ട്പുട്ട് ഈസ് 2500 യൂണിറ്റ്സ്. നമുക്ക് യൂണിറ്റിലാണ് ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെയിൽസ്, ഇവിടെ ഇക്വേഷനിലത്തെ സെയിൽസ് എന്ന് പറയുന്നത് ഇൻ വാല്യൂലാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ സാധാരണ സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ സെയിൽസ് എന്തിനാണ് തരാറ്? റുപ്പീസിലാണ് തരാറ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് റുപ്പീസിലല്ല തന്നിരിക്കുന്നത്. എന്തിനാണ് തന്നിരിക്കുന്നത്? യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അതായത് 2500 യൂണിറ്റ് നമ്മൾ വിറ്റാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇക്വേഷനിലത്തെ സെയിൽസ് എന്ന് പറയുന്നത് റുപ്പീസാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലത്തെ സെയിൽസിനെ നമ്മൾ ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായ? അതായത് സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സെയിൽസ് റുപ്പീസിലാണ് തരാറ്. ഇത്ര രൂപയുടെ കച്ചവടം ഉണ്ടായാൽ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നാണ് ചോദിക്കാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ 2500 യൂണിറ്റ് വിറ്റാൽ അപ്പം നമ്മൾ ആ യൂണിറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇക്വേഷനിലത്തെ സെയിൽസ് എന്ന് പറയുന്നത് റുപ്പീസാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിലത്തെ യൂണിറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എത്ര യൂണിറ്റ് നമ്മൾ വിറ്റത്? 2500. ഒരു യൂണിറ്റിന് എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 20 എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റിനെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആ 2500 ഇൻറ്റു 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? സെയിൽസ് ഇൻ റുപ്പീസ് നമുക്ക് കിട്ടി. അത് ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇക്വേഷനിൽ ഇടാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതി സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ സെയിൽസ് ഇൻ റുപ്പീസ് കണ്ടുപിടിക്കണം. മൊത്തം 2500 യൂണിറ്റ് ഇൻറ്റു എസ് പി പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി? 50,000 റുപ്പീസിൻ്റെ സെയിൽസ് ഉണ്ടായാൽ നമുക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ്? അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ 50,000 ഇനി ഇക്വേഷനിൽ കൊടുക്കുക. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 50,000 ഇൻറ്റു പി വി റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 25% മൈനസ് ഫോർ ഫിക്സഡ് കോസ്റ്റ് 4,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. മൈനസ് 4,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 95,000. സോറി 95,000 അല്ല, 8,500. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? സെയിൽസ് പ്രോഫിറ്റ് എത്ര കിട്ടും? 8,500 കിട്ടും. അതായത് 50,000ൻ്റെ സെയിൽസ് ഉണ്ടായാൽ നമുക്ക് അതിൽ നിന്നും എത്ര രൂപ ലാഭം കിട്ടും? 8,500 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000. പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സെയിൽസ് ഇൻ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇനി എന്ത് കണ്ടുപിടിക്കണം? സെയിൽസ് ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ് ഇൻ യൂണിറ്റ് ഇട്ടാ. ദാറ്റ് ഈസ് ഈക്വൽ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 4,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹം? 10,000. അപ്പോൾ 4,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 5. അപ്പോൾ 4,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു
2800 യൂണിറ്റ്സ്. അത്രയ്ക്ക് യൂണിറ്റാണ് നമ്മൾ സെയിൽസ് നടത്തിയാലാണ് നമുക്ക് 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000 is equal to 2,800. അതാണ് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് നമ്പർ ഓഫ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഇനി സെയിൽസ് ഇൻ വാല്യൂ കണ്ടുപിടിക്കണ്ട. ഇതുള്ളത് കൊണ്ട് നമുക്ക് സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2,800 × 20 കിട്ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? സെയിൽസ് വാല്യൂ കിട്ടി. അത് കണ്ടുപിടിക്കാൻ പറയാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലം അവസാനിപ്പിക്കാം. അപ്പം 3 ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിച്ചു. PV റേഷ്യോ 25%, ദെൻ പ്രോഫിറ്റ് 8,500, സെയിൽസ് 2,800 യൂണിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചെറിയൊരു ഇക്വേഷൻസ് അല്ലെങ്കിൽ കുറച്ച് തിയറി വരുന്നുണ്ട്. അത് നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഈസ് VV റേഷ്യോ. നമ്മൾ നേരത്തെ എന്താ പഠിച്ചത്? PV, പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആയിരുന്നു. ഇവിടെ പറയുന്നത് VV, ദാറ്റ് ഈസ് വാരിയബിൾ കോസ്റ്റ് വോളിയം റേഷ്യോ, VV റേഷ്യോ. അതിനെക്കുറിച്ചൊന്ന് നോക്കാം നമുക്ക്. ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾ കോസ്റ്റ് ആൻഡ് സെയിൽസ്. നമ്മൾ PV റേഷ്യോയിൽ എന്തായിരുന്നു? സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് PV റേഷ്യോ. സെയിൽസും വാരിയബിൾ കോസ്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോ ആണ് VV റേഷ്യോ, വാരിയബിൾ കോസ്റ്റ് വോളിയം റേഷ്യോ. അത് ദിസ് റേഷ്യോ എക്സ്പ്രസസ് ദ റിലേഷൻ ബിറ്റ്വീൻ വാരിയബിൾ കോസ്റ്റ് ആൻഡ് സെയിൽസ്. ഇനി അത് കാണാൻ അത്രയ്ക്ക് പഠിച്ചാൽ മതി, അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിയറി പഠിച്ചാൽ, മീനിങ് പഠിച്ചാൽ മതി. ഇക്വേഷൻ എന്ന് പറയുന്നത് VV റേഷ്യോ ഇസ് ഈക്വൽ ടു വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതാണ് എന്ത്? VV റേഷ്യോ. നമ്മുടെ PV റേഷ്യോ ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അവിടെ കോൺട്രിബ്യൂഷന് പകരം എന്ത് ഉപയോഗിച്ചാൽ മതി? വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് എന്ത് റേഷ്യോ? VV റേഷ്യോ. ഓർ നമ്മൾ അവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, 2 കൊല്ലത്തെ തരുമ്പോൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ PV റേഷ്യോ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെയും 2 കൊല്ലത്തെ ഇൻഫർമേഷൻ തരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ 2 ഇക്വേഷൻസ് ഉണ്ട് PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്ത് ചേഞ്ചിന് ചേർത്താൽ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടും. അപ്പോൾ PV റേഷ്യോ കണ്ട ഇക്വേഷൻ വാരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ഓർ change in variable cost divided by change in sales into 100. Okay, the total of both PV ratio and VV ratio will be 100. നമ്മൾ നേരത്തെ പഠിച്ച PV റേഷ്യോയും ഇപ്പോൾ പഠിച്ച VV റേഷ്യോയും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടിയിരിക്കണം? 100 കിട്ടിയിരിക്കണം. അപ്പോൾ സപ്പോസ് നമ്മൾക്ക് തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ നമുക്ക് PV റേഷ്യോ എത്ര കിട്ടി? 25% കിട്ടി. ആ ക്വസ്റ്റ്യനിലത്തെ VV റേഷ്യോ എത്രയായിരിക്കും? 75%. രണ്ടും കൂടി കൂട്ടിയാൽ 100 കിട്ടണം. അതിൽ ഒരെണ്ണം 25 മറ്റേത് എത്രയായിരിക്കും? 75 ആയിരിക്കും. അപ്പോൾ PV റേഷ്യോയും VV റേഷ്യോയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടിയിരിക്കണം? 100 കിട്ടിയിരിക്കണം. അപ്പോൾ ഇത്രയ്ക്കുള്ള VV റേഷ്യോനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇറ്റ് എക്സ്പ്രസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാരിയബിൾ കോസ്റ്റ് ആൻഡ് സെയിൽസ്. ദ ടോട്ടൽ ഓഫ് PV റേഷ്യോ ആൻഡ് VV റേഷ്യോ വിൽ ബി 100. അത്രയ്ക്കൊന്ന് ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബ്രേക്ക് ഈവൻ റേഷ്യോ. നമ്മൾ പഠിച്ചതൊക്കെ ബ്രേക്ക് ഈവൻ പോയിൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ സെയിൽസ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇനി ബ്രേക്ക് ഈവൻ റേഷ്യോ ആണ് പഠിക്കാൻ പോകുന്നത്. ദിസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ആൻഡ് ആക്ച്വൽ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ റേഷ്യോ. അതായത് ബ്രേക്ക് ഈവൻ സെയിൽസുമായി താഴ്ത്തി എഴുതിയിട്ടുണ്ട്. ഇസ് ദ സെയിൽസ് വോളിയം വേർ ടോട്ടൽ സെയിൽസ് റവന്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. നമുക്കറിയാം ബ്രേക്ക് ഈവൻ സെയിൽസ് പറയുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും തമ്മിൽ ഈക്വലാണ് പോയിന്റിന് ഉള്ള സെയിൽസിനെ വിളിക്കുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റിലത്തെ സെയിൽസിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത്. അതും ദെൻ ആക്ച്വൽ സെയിൽസ്, നമ്മുടെ കമ്പനിയുടെ ആക്ച്വൽ സെയിലും. സപ്പോസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ബ്രേക്ക് ഈവൻ സെയിൽസ് 1 lakh റുപ്പിയാണെന്ന് വിചാരിക്കുക. ആക്ച്വൽ സെയിൽ 1,50,000 ആയിരിക്കും. ഈ 1 lakhും ഈ 1,50,000 തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൻ റേഷ്യോ. ദിസ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ബ്രേക്ക് ഈവൻ സെയിൽസ് ആൻഡ് ആക്ച്വൽ സെയിൽസ്. ബ്രേക്ക് ഈവൻ സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണ് ബ്രേക്ക് ഈവൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് ഈവൻ റേഷ്യോ ഇസ് ഈക്വൽ ടു ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100.
ഈ ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ സെയിൽസ് ഇൻറ്റു 100. അതാണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരിക. ബ്രേക്ക് ഈവൻ ഈ റേഷ്യോൻ്റെ ഇക്വേഷൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡഡ് ബൈ അപ്പോൾ അതൊക്കെ നമുക്കറിയാം, അത് നമ്മുടെ റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നു ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷനായിട്ട് വരും. ഓക്കെ, ഇനി അടുത്ത ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടി, ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. നമ്മളിപ്പോൾ എത്ര നാളും പഠിച്ചതായിരുന്നു? BEP ആയിരുന്നു, ബ്രേക്ക് ഈവൻ പോയിന്റ് ആയിരുന്നു. ഞാൻ അതിൻ്റെ മുമ്പിൽ ഒരു വാക്കുകൂടി നമ്മൾ ആഡ് ചെയ്തു, ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് ക്യാഷ് ഇൻഫ്ലോ വിൽ ബി ഈക്വൽ ടു ക്യാഷ് ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ വിൽ ബി ഈക്വൽ ടു ക്യാഷ് ഔട്ട്ഫ്ലോ. അതായത് ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് ക്യാഷ് ഇൻഫ്ലോ മീൻസ് ഇൻകം വിൽ ബി ഈക്വൽ ടു ക്യാഷ് ഔട്ട്ഫ്ലോ. നമ്മുടെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് ക്യാഷ് ഇൻഫ്ലോ വിൽ ബി ഈക്വൽ ടു ക്യാഷ് ടോട്ടൽ കോസ്റ്റ്, അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്ഫ്ലോ. നമ്മുടെ ഇൻകവും എക്സ്പെൻസും ക്യാഷ് ഇൻകവും അതിൽ എന്ത് വരില്ല? നോൺ ക്യാഷ് ഐറ്റംസ് വരില്ല. ഓൺലി മോണിറ്ററി ടേംസിലുള്ള എക്സ്പെൻസും മോണിറ്ററി ടേംസിലുള്ള ഇൻകം തമ്മിൽ ബ്രേക്ക് ഈവൻ ആവുന്ന പോയിന്റിലുള്ള ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇറ്റ് ഈസ് ദ പോയിന്റ് വെർ ദർ ഈസ് നോ ക്യാഷ് പ്രോഫിറ്റ് ഓർ നോ ക്യാഷ് ലോസ്. ക്യാഷ് പ്രോഫിറ്റും ഇല്ല, ക്യാഷ് ലോസും ഇല്ല. ഹിയർ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് കോസ്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ക്യാഷ് ഫിക്സഡ് കോസ്റ്റും നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റും. എന്നിട്ട് നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് മാത്രം കൺസിഡർ ചെയ്യും. അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് നമ്മൾ എന്തോ ഒഴിവാക്കും? നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഒഴിവാക്കും. എന്നിട്ട് കണ്ടുപിടിക്കുന്ന ബ്രേക്ക് ഈവൻ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അറ്റ് വിച്ച് ക്യാഷ് ഇൻഫ്ലോ വിൽ ബി ഈക്വൽ ടു ക്യാഷ് ഔട്ട്ഫ്ലോ, അല്ലെങ്കിൽ ക്യാഷ് ടോട്ടൽ കോസ്റ്റ്. അതായത് ക്യാഷ് പ്രോഫിറ്റും ഇല്ല, ക്യാഷ് ലോസും ഇല്ല. ഇതിൽ നമ്മൾ എന്ത് നോക്കില്ല? നോൺ ക്യാഷ് ഐറ്റംസ് ഒന്നും എടുക്കില്ല, നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കോസ്റ്റും റവന്യൂമാണ് കൺസിഡർ ചെയ്യുക. അത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റിലുള്ള ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ദെൻ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നേരത്തെ പോലെ തന്നെ ഇൻ യൂണിറ്റും ഉണ്ട്, ഇൻ സെയിൽസ് വാല്യൂ ഉണ്ട്. ക്യാഷ് BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇതാണ് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ക്യാഷ് BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദെൻ എന്താണ് അടുത്തത്? ക്യാഷ് BEP ഇൻ സെയിൽസ് കണ്ടുപിടിക്കാനുള്ളത് നേരത്തെ BEP ഇൻ യൂണിറ്റ് ഇൻറ്റു SP പെർ യൂണിറ്റ്. BEP ഇൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ സെയിൽസിലേക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? SP പെർ യൂണിറ്റ് ഉണ്ട്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് പഠിച്ചു, അതിൻ്റെ യൂണിറ്റിലുള്ള ഇക്വേഷനും പഠിക്കുക, ഇൻ സെയിൽസ് വാല്യൂലുള്ള ഇക്വേഷനും പഠിക്കുക. ഓക്കെ, ക്യാഷ് BEP ക്കാനുള്ള ഒരു പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 30, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 23, ഫിക്സഡ് കോസ്റ്റ് 1 lakh, ഡിപ്രീസിയേഷൻ 30,000. കാൽക്കുലേറ്റ് ക്യാഷ് BEP ഇൻ യൂണിറ്റ്സ് ആൻഡ് സെയിൽസ് വാല്യൂ. അപ്പോൾ കുറേ ഇൻഫർമേഷനൊക്കെ തന്നിട്ട് യൂണിറ്റിലും സെയിൽസ് വാല്യൂയിലുമുള്ള ക്യാഷ് BEP കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് അത് ഇക്വേഷൻ എഴുതാം. ക്യാഷ് BEP ഇൻ യൂണിറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതിലാദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. അത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? SP പെർ യൂണിറ്റ് മൈനസ് VC പെർ യൂണിറ്റ്. SP പെർ യൂണിറ്റ് 30 മൈനസ് VC പെർ യൂണിറ്റ് 23, ദാറ്റ് ഇസ് ഈക്വൽ ടു 7 കിട്ടി. നമ്മൾ മുമ്പേ ഇക്വേഷനിൽ കൊടുക്കാം. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1 lakh മൈനസ് ഡിപ്രീസിയേഷൻ 30,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 7 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10,000 ആണ് എന്ത് കിട്ടുക? ക്യാഷ് BEP ഇൻ യൂണിറ്റ് കിട്ടുക. അവിടെ എന്തിനാണ് 30,000 കുറച്ചത് മനസ്സിലായില്ലേ? ഫിക്സഡ് കോസ്റ്റിൽ നിന്ന് നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസ് ഒഴിവാക്കണം. നോൺ ക്യാഷ് ഐറ്റം ആയ ഡിപ്രീസിയേഷൻ ആണ്. കാരണം നമുക്ക് എന്താ നോൺ ക്യാഷ് ഐറ്റം? നമുക്ക് ആക്ച്വലി മണി പേയ്മെൻറ്റ് ഇല്ലാത്ത ഒരു എക്സ്പെൻസുകൾ നമുക്കറിയാം. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കൊല്ലം അത് ചാർജ് ചെയ്യും, പക്ഷേ ക്യാഷ് ഒരിക്കലും പുറത്തേക്ക് പോകണില്ല. അത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ, നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെ അത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ കുറച്ചു. അതാണ് ഇതിലത്തെ പ്രത്യേകത. നമ്മൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൽ നിന്നും എന്തൊഴിവാക്കും? നോൺ ക്യാഷ് ഐറ്റം
ഐറ്റംസ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ക്യാഷ് ബി ഇ പി കണ്ടുപിടിക്കുക. അപ്പോൾ ക്യാഷ് ബി ഇ പി ഇൻ യൂണിറ്റ് നമുക്ക് 10,000 കിട്ടി. അത് കിട്ടി ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, ക്യാഷ് ബി ഇ പി ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ബി പി ഇൻ സെയിൽസ് ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, ക്യാഷ് ബി പി ഇൻ യൂണിറ്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യാഷ് ബി പി ഇൻ യൂണിറ്റ് എത്രയാണ് 10,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ് 30. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 3 lakh നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ക്യാഷ് ബി പി ഇൻ സെയിൽസ് നമുക്ക് എത്ര കിട്ടി, 3 lakh rupees കിട്ടി. ക്യാഷ് ബി പി ഇൻ യൂണിറ്റ് നമുക്ക് 10,000 കിട്ടി. അപ്പോൾ രണ്ടിൻ്റെയും ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, താങ്ക് യു.